ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. S3 ബികോമിലെ എല്ലാ മിടുക്കന്മാരും ഒക്കെ റെഡിയാണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ബിസിനസ് മോഡൽസ് ആണേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചത്? ടൈപ്സ് ഓഫ് ഇ ബിസിനസ് അല്ലേ? ടൈപ്സ് ഓഫ് ഇ ബിസിനസ് എല്ലാവരും പഠിച്ചോ? ഓക്കെ, ശരി. നമുക്കിന്ന് പഠിക്കാനുള്ളത് ഇ ബിസിനസ് മോഡൽസ് ആണ്. അപ്പോൾ ഈ ബിസിനസ് മോഡൽ എന്താണ്? ഈ ബിസിനസ് മോഡൽ എ മോഡൽ ഓർ ആൻ അപ്രോച്ച് that a company adopts to become a profitable business on the internet. അപ്പം ഇൻ്റർനെറ്റ് വഴി പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ് നടത്തുന്നതിന് വേണ്ടി ഒരു കമ്പനി അപ്ലൈ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് അല്ലെങ്കിൽ മോഡലാണ് ഈ ബിസിനസ് മോഡൽസ്. ഇത് തെറ്റിക്കരുത്. പരീക്ഷയ്ക്ക് ഈ ബിസിനസ് മോഡൽസ് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഈ മോഡൽസ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റോർ ഫ്രണ്ട് മോഡൽ, ആക്ഷൻ മോഡൽ, പോർട്ടൽ മോഡൽ, നെയിം യുവർ പ്രൈസ് മോഡൽ, കമ്പാരിസൺ പ്രൈസിംഗ് മോഡൽ, ബാർട്ടറിംഗ് മോഡൽ, ഷോപ്പിംഗ് കാർട്ട് മോഡൽ. അപ്പോൾ ഇത്രയാണ് വെക്കേണ്ടത്. അപ്പോൾ ഈ കൊമേഴ്സ് മോഡൽസ് ഉണ്ട്. അതാണ് B2C, B2G എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പോൾ ഈ ബിസിനസ് മോഡൽസ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നമ്മൾ എഴുതുമ്പോൾ ഈ സ്റ്റോർ ഫ്രണ്ട് മോഡൽ മുതലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ബിസിനസ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ like any business model describes how a company operates, how it provides product or services. അപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രോഡക്റ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നു, how it generate revenue, എങ്ങനെ സെയിൽസിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നു, and how it will create and adopt a new market and technologies. പുതിയ മാർക്കറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഓൺലൈൻ വഴി എങ്ങനെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നു, എങ്ങനെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഓഫർ ചെയ്യുന്നു, ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യുന്നു, എങ്ങനെ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ബിസിനസ് മോഡൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മോഡലാണ് സ്റ്റോർ ഫ്രണ്ട് മോഡൽ. അപ്പോൾ സ്റ്റോർ ഫ്രണ്ട് മോഡൽ എന്ന് പറയുമ്പോൾ ബേസിക് ഫോമാണ്. ഈ ബിസിനസ്സിൻ്റെ ബേസിക് ഫോമാണ്. അപ്പോൾ ഇവിടെ ബയറും സെല്ലറും ഡയറക്റ്റ്ലി ഇൻറ്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ നേരിട്ടൊരു സംഭാഷണം അവിടെ ഉണ്ട്. ബയർ ആൻഡ് സെല്ലർ ഡയറക്റ്റ് ഇൻറ്ററാക്ഷനുള്ള ബേസിക് മോഡലാണ് സ്റ്റോർ ഫ്രണ്ട് മോഡൽ. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓൺലൈനായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് ഓർഡേഴ്സ് ത്രൂ വെബ്സൈറ്റ് വഴി ഓർഡർ റിസീവ് ചെയ്യും. അക്സെപ്റ്റ് പേയ്മെൻറ്റ് സെക്യൂർലി. ഇപ്പം ഗൂഗിൾ പേ, പേടിഎം, യോനോ SBI അതുവഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡെലിവറി സ്പോട്ടിൽ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പം ക്യാഷ് കൊടുത്തു വിടും. അല്ലെങ്കിൽ മാനേജർ കസ്റ്റമർ ഡേറ്റ എഫക്റ്റീവ്ലി. കൂടാതെ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ, പേര്, സ്ഥിരം യൂസർ ആണെങ്കിൽ അയാളുടെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും ഒക്കെ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ എഫക്റ്റീവായിട്ട് വെബ്സൈറ്റിൽ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റോർ ഫ്രണ്ട് മോഡൽ എന്ന് വിളിക്കുന്നത്. ഇതിന് എക്സാമ്പിൾസാണ് രണ്ട് സൈറ്റ്, www.restaurant.com, www.walmart.com. ഇത് രണ്ടും സ്റ്റോർ ഫ്രണ്ട് മോഡലിൻ്റെ എക്സാമ്പിൾസാണ്. അടുത്ത മോഡലാണ് ആക്ഷൻ മോഡൽ. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലം. ആക്ഷൻ മോഡലിൽ സെല്ലേഴ്സ് ഓഫർ പ്രോഡക്ട്സ് ഇൻ ആൻ ഓൺലൈൻ ആക്ഷൻ. അപ്പോൾ ഓൺലൈൻ ആക്ഷനാണ് ഇവിടെ. ബയേഴ്സ് ബിഡ് ഓൺ വാട്ട് ദേ വാണ്ട് ടു ബൈ. അപ്പോൾ ലേലം വിളിക്കുമ്പോൾ ബിഡ് ചെയ്യുന്നു ആര്? ബയേഴ്സ്. അവർക്ക് എന്തെങ്കിലും അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ പ്രൈസിന് അവർ ലേലം പിടിക്കുന്നു. അപ്പോൾ ആക്ഷൻ മോഡലിൻ്റെ സൈറ്റിന് എക്സാമ്പിൾസാണ് www.ebay.com, www.ebay.com, priceline.com. ഇത് രണ്ടും ഓൺലൈൻ ലേലം നടത്തുന്ന മോഡൽസാണ്, ഈ ബിസിനസ് സൈറ്റാണ്. നെക്സ്റ്റ് പോർട്ടൽ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇതൊരു ഫ്രീ സബ്സ്ക്രിപ്ഷൻ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടും. പോർട്ടൽസാണ് ഇത്. സെർച്ച് എൻജിൻസ് പോലെയാണ്. പോർട്ടൽ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സെർച്ച് എൻജിൻസ് പോലെ. ഏതൊക്കെയാണ് നമ്മുടെ സെർച്ച് എൻജിൻസ്?
ഗൂഗിള്, മോസില, ഫയർഫോക്സ് ഇങ്ങനെ ഉള്ള സെർച്ച് എൻജിൻസ് ഉൾപ്പെടുന്ന മോഡലാണ് പോർട്ടൽ മോഡൽ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു സിംഗിൾ പ്ലേസിൽ തരുന്ന മോഡലാണ് പോർട്ടൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോർട്ടൽ സൈറ്റിൽ നമുക്ക് ന്യൂസ് കിട്ടും, സ്പോർട്സ് കിട്ടും, വെതർ ഇൻഫർമേഷൻ കിട്ടും, അതുപോലെ മറ്റേതെങ്കിലും വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ആൾമോസ്റ്റ് എവരിതിങ് നമുക്ക് ഒരു സിംഗിൾ പ്ലേസിൽ കിട്ടുന്ന പോർട്ടലാണ്. അങ്ങനെയുള്ള മോഡലാണ് ഈ ബിസിനസ് മോഡലാണ് പോർട്ടൽ മോഡൽ. ഇപ്പോൾ രണ്ട് രീതിയിലുണ്ട്, ഹൊറിസോണ്ടൽ പോർട്ടൽ മോഡലും ഉണ്ട്, വെർട്ടിക്കൽ പോർട്ടൽ മോഡലും ഉണ്ട്. ഹൊറിസോണ്ടൽ പോർട്ടൽ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് എൻജിൻ പോലെ അതിനകത്ത് നമ്മുടെ എല്ലാ ബ്രോഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സും കിട്ടും. ഇനി വെർട്ടിക്കൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഏരിയയിൽ മാക്സിമം ഇൻഫർമേഷൻ കിട്ടും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ keralamatrimony.com. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് പറ്റിയ ചെറുക്കന്മാരെ കിട്ടാനേ keralamatrimony.com തന്നെ നോക്കണമെന്ന് പറയില്ലേ. അപ്പോൾ അതെന്താ, നമ്മുടെ മാക്സിമം ഇൻഫർമേഷൻ ഒരു സിംഗിൾ ഏരിയയിൽ കിട്ടുന്നതാണ് വെർട്ടിക്കൽ പോർട്ടൽ മോഡൽ. മറ്റേ സെർച്ച് എൻജിൻസ് എല്ലാം എങ്ങനെയുള്ള മോഡലാണ്, ഹൊറിസോണ്ടൽ പോർട്ടൽ മോഡൽസാണ്. അടുത്ത നാലാമത്തെ ടൈപ്പാണ് നെയിം യുവർ പ്രൈസ് മോഡൽ. പേര് പോലെ തന്നെ ഈ ബിസിനസ് മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ അലോ ചെയ്യുന്നു ടു സ്പെസിഫൈ ദി പ്രൈസ് ദേ ആർ വില്ലിങ് ടു പേ. ഇപ്പോൾ എത്രയാണ് കസ്റ്റമേഴ്സിനെ കൊണ്ട് പേ ചെയ്യാൻ പറ്റുന്നത്, അവരെ എത്ര രൂപയ്ക്ക് വാങ്ങാൻ പറ്റും, ആ പ്രൈസ് പറയാൻ അനുവദിക്കുന്ന വെബ്സൈറ്റ് മോഡലാണ് നെയിം യുവർ പ്രൈസ് മോഡൽ. ഇപ്പോൾ പറയുന്ന മോഡൽ സെല്ലർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അവിടെ എഗ്രിമെൻറ്റ് ഓക്കെ ആയി, പ്രൈസ് അക്സെപ്റ്റഡ് ആയെങ്കിൽ കസ്റ്റമർക്ക് ആ പ്രൈസ് കൊടുക്കാനൊരു ബാധ്യതയുണ്ട്. ഇനി കസ്റ്റമറുടെ പ്രൈസ് സെല്ലർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ കോൺട്രാക്റ്റ് ഇല്ല. ഇനി അയാൾക്ക് എന്ത് ചെയ്യാം, വേറൊരു പ്രൈസും കൂടെ ഓഫർ ചെയ്യാം. അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് പ്രൈസാണോ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ ഈസ് ഒബ്ലിഗേറ്റഡ് ടു മേക്ക് ദി പർച്ചേസ്. അപ്പോൾ പ്രൈസ് സൈറ്റിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം വാങ്ങിയേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈറ്റാണ് നെയിം യുവർ പ്രൈസ് മോഡൽ. മനസ്സിലായോ? കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, അവർക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ സെല്ലർ ആ പ്രൈസ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറൊരു പ്രൈസ് ഓഫർ ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് priceline.com. ഇനി അഞ്ചാമത്തെ മോഡലാണ് കമ്പാരിസൺ പ്രൈസിങ് മോഡൽ. ഇപ്പോൾ കമ്പാരിസൺ പ്രൈസിങ് മോഡൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിപ്പം വാങ്ങാനുള്ളത് ഒരു റെഫ്രിജറേറ്ററാണ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണാണ്. അപ്പോൾ വേരിയസ് കമ്പനീസ് ഓഫർ ചെയ്യുന്ന മോഡൽസും അതിൻ്റെ പ്രൈസും കമ്പയർ ചെയ്ത് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്ന സാധനം പർച്ചേസ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സൈറ്റാണ് ഈ ബിസിനസ് മോഡലാണ് കമ്പാരിസൺ പ്രൈസിങ് മോഡൽ. കമ്പാരിസൺ പ്രൈസിങ് മോഡലിന് എക്സാമ്പിളാണ് www.shopping.com. വേറൊന്നുകൂടെ ഉണ്ട്, www.pricewatch.com. ഇനി അടുത്ത മോഡലാണ് ബാർട്ടറിങ് മോഡൽ. എന്താണ് ബാർട്ടർ സമ്പ്രദായം? പണ്ട് നമ്മുടെ ക്യാഷൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് നിന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, ബാർട്ടറിങ് മോഡൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബാർട്ടറിങ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇതൊരു ബിസിനസ് മോഡലാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റിന് പകരം മറ്റൊരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്ന സൈറ്റാണ് ബാർട്ടറിങ് മോഡൽ. അടുത്ത ഏഴാമത്തെ സൈറ്റാണ് ഷോപ്പിംഗ് കാർട്ട് മോഡൽ. ഷോപ്പിംഗ് കാർട്ട് മോഡൽ. അപ്പോൾ ഇതും ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബയേഴ്സിനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു. കൂടാതെ ഈ സോഫ്റ്റ്വെയർ, ഇതൊരു സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ ടോട്ടൽ പ്രൈസ് ഓഫ് ദി ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇപ്പം മറ്റൊരു രാജ്യത്തോ മറ്റൊരു സംസ്ഥാനത്തോ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ്, ഹാൻഡ്ലിംഗ് ചാർജസ്, ടാക്സ്, GST ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ പ്രൈസ് എത്രയാണ് കൊടുക്കാനുള്ള ടോട്ടൽ പ്രൈസ് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ അങ്ങനെയുള്ളൊരു സൈറ്റാണ് എന്തെന്ന് പറയുന്നത്, ഷോപ്പിംഗ് കാർട്ട് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ബിസിനസ് മോഡൽസ് നന്നായി പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശരി, അതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്. പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക.
അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.